നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. 40 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകർ ശനിയാഴ്ച കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ടൗൺ സ്ക്വയറിൽ കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, PFRDA നിയമനം റദ്ദാക്കുക തുടങ്ങി 40ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകർ ശനിയാഴ്ച കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ നിന്നും 10:30 ആരംഭിക്കുന്ന മാർച്ച് ടൗൺ സ്ക്വയറിൽ കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. നമ്മുടെ ഈ ബദൽ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോവിഡ് കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ശമ്പള പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കി. എന്നാൽ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടിശ്ശികയും അതുപോലെ DA കുടിശ്ശികയും ഉൾപ്പെടെ ഉള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ ഈ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. കൃത്യമായി കേന്ദ്ര സർക്കാർ കൃത്യമായ സാമ്പത്തിക വിഭവം ലഭ്യമാക്കാതെ സാമ്പത്തിക ഉപരോധം എന്ന നിലയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാർച്ചിൻ്റെ ഭാഗമായി KSTA DA പരിഷ്കരണവും അതുപോലെ DA കുടിശ്ശികയും ശമ്പള കുടിശ്ശികയും നൽകണം എന്നാവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് ചർച്ച ചെയ്ത കലണ്ടർ, അക്കാദമിക കലണ്ടർ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ആ അക്കാദമിക കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണമെന്നാണ് KSTA ആവശ്യപ്പെടുന്നത്. ഭാരവാഹികളായ KC സുധീർ, ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, പ്രസിഡന്റ് K പ്രകാശൻ, K രഞ്ജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.